യേശു ചുറ്റും നോക്കി ശിഷ്യരോട് പറഞ്ഞു. 3 തവണ ഒരു കാര്യം പറയാൻ പോവാണ്. ഒരു കാര്യം 3 തവണ ആവർത്തിക്കാൻ പോവാണ്. യേശു ചുറ്റും നോക്കി ശിഷ്യരോട് പറഞ്ഞു, സമ്പന്നൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം. അവന്റെ വാക്ക് കേട്ട് ശിഷ്യന്മാർ വിസ്മയിച്ചു. യേശു വീണ്ടും രണ്ടാമത് അവരോട് പറഞ്ഞു, മക്കളെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം. 3:25 ധനവാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണ്. ഒറ്റ കാര്യമാണ് 3 തവണ പറയും. നടക്കില്ല, നടക്കില്ല, നടക്കില്ല. ഇമ്പോസിബിൾ, ഇമ്പോസിബിൾ, ഇമ്പോസിബിൾ. മനസ്സിലായോ? സത്യം, സത്യം, സത്യം. ഇത്രയും കട്ടിക്ക് പറയാണ്. സമ്പന്നൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാ പണക്കാരും നരകത്തിൽ പോകുന്നതാണോ? അല്ല. എന്താണ് സമ്പന്നൻ? സമ്പന്നൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിച്ചോണം, ഈ പണം മാത്രമല്ലത്, തനിക്കുള്ള എന്തെങ്കിലും തന്നെ നിത്യതയിൽ എത്തിക്കുമെന്ന് തെറ്റിദ്ധരിച്ചവരെല്ലാം സമ്പന്നരാണ്. നമുക്കുള്ള എല്ലാ റിസോഴ്സസും സമ്പത്താണ്. ഒരുത്തിന് പൈസ ബാങ്ക് ബാലൻസ് ഒന്നുമില്ല, പക്ഷെ ഭയങ്കര കഴിവുണ്ട്. ആ കഴിവിൽ അവൻ ഭയങ്കരമായിട്ട് ആശ്രയിക്കും. കഴിവ്, ഞാൻ എല്ലാം ഇങ്ങനെ നന്നായിട്ട് ചെയ്യുന്ന ഒരാളാണ്, ഞാൻ പവട്രി സഹായിക്കുന്ന ആളാണ്, ഞാൻ അതാണ് ഇതാണ് അതാണ്, അതുകൊണ്ട് ഞാൻ നോ. നീ സമ്പന്നനാണ്, നീ ദൈവരാജ്യത്തിന്റെ 7 അയലത്ത് പോലും വരുത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? അതായത് എന്തുമാത്രം സീരിയസ് ആയിട്ട് നമ്മളിത് മനസ്സിലാക്കണം. നമുക്ക് ക്രിസ്തുവിലൂടെ മാത്രമേ ദൈവരാജ്യം അവകാശമാക്കാൻ പറ്റൂ. മനുഷ്യന്റെ ഒരു റിസോഴ്സസ് അതിന് പറ്റില്ല. അപ്പൊ യേശു ചുറ്റും നോക്കി ശിഷ്യരോട് പറഞ്ഞു, സമ്പന്നൻ ദൈവരാജ്യത്തെ പ്രവേശിക്കുക എത്ര പ്രയാസം. അവന്റെ വാക്ക് കേട്ട് ശിഷ്യന്മാർ വിസ്മയിച്ചു. വിസ്മയിച്ചതിന്റെ കാരണം എന്താ? പഴയ നിയമം മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താ? ഭൗതിക അനുഗ്രഹം, സമ്പത്തൊക്കെ ദൈവത്തിന്റെ അനുഗ്രഹമാണെന്ന് വചനത്തിലൂടെ മുഴുവൻ, പഴയ നിയമത്തിലൂടെ മുഴുവൻ മനസ്സിലാക്കിയിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വചനം പാലിച്ചാൽ ഈ അനുഗ്രഹം കിട്ടുമെന്ന് പറഞ്ഞിട്ടില്ലേ? അതുകൊണ്ട് അവർ വിചാരിച്ചു വെച്ചിരിക്കുകയാണ്, ആ വചനങ്ങൾ ഞങ്ങൾ ഇതൊക്കെ ചെയ്തതിന് കിട്ടിയ അനുഗ്രഹമാണ് ഞങ്ങളുടെ സാമ്പത്തിക പുരോഗതി എന്ന് തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോഴതുകൊണ്ടാണ് ശിഷ്യന്മാർ അത്ഭുതപ്പെട്ടത്. എന്നിട്ട് പറയുകയാണ്, അത്ഭുതപ്പെട്ടു, വിസ്മയിച്ചു. അതെങ്ങനെ ശരിയാവും? സമ്പത്ത് ദൈവാനുഗ്രഹത്തിന്റെ അടയാളമാണെന്ന് വിചാരിച്ചു വെച്ചിരിക്കുന്ന ഒരു ജനക്കൂട്ടത്തോടാണ് പറയുന്നത്, സമ്പന്നൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. യേശു വീണ്ടും അവരോട് പറഞ്ഞു, മക്കളെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം. 3 ധനവാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴ. ഒട്ടകം എന്തുകൊണ്ടാണ് ഒട്ടകവും സൂചിക്കുഴയും? കർത്താവ് ഒരു ജോക്ക് അടിച്ചാണ് ഇവിടെ, തമാശ പറഞ്ഞാണ് ശരിക്കും. തമാശ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഹ്യൂമർ സെൻസിൽ ഒരു സെന്റൻസ് പറഞ്ഞാണ്. എന്താണത്? ഒട്ടകം എന്ന് പറഞ്ഞാൽ 1-ാം നൂറ്റാണ്ടിലെ യഹൂദര് കണ്ടിട്ടുള്ള ഏറ്റവും വലിയ മൃഗമാണ് ഒട്ടകം. 1-ാം നൂറ്റാണ്ടിലെ യഹൂദരുടെ മനസ്സിലുള്ള ഏറ്റവും ചെറിയ സുഷിരമാണ് സൂചിക്കുഴ. പിടികിട്ടിയോ? അതാണ് ഈ ഒട്ടകവും സൂചിക്കുഴയും. അവർ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ മൃഗത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയാം, ആ മൃഗം നിങ്ങൾ കണ്ടിട്ടുള്ള ഏറ്റവും ചെറിയ സുഷിരമായ ഈ സൂചിക്കുഴയിലൂടെ കേറില്ല. കേറില്ല എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ. മനസ്സിലായോ? ഞാൻ ഈ വചനത്തെ വ്യാഖ്യാനിച്ച് ഭയങ്കര തമാശാക്കിയിട്ടുണ്ട് ആളുകൾ. തമാശ എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും കർത്താവിന് പൈസ ഉള്ളവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി, അല്ലെ എങ്ങനെയെങ്കിലും ഈ സമ്പത്തിനെ ന്യായീകരിക്കാൻ വേണ്ടി ഈ വചനത്തെ ന്യായീകരിച്ച് പാടുപെടുന്ന കണ്ടിട്ടുണ്ട്. സൂചിക്കുഴ എന്ന് പറഞ്ഞാൽ ജെറുസലേമിലെ ഒരു കവാടായിരുന്നെന്നും അതിനകത്തോട് ഒട്ടകം പ്രയാസപ്പെട്ട് അപ്പുറത്ത് പോകുമായിരുന്നെന്നും അങ്ങനെ ഇച്ചിരി ഞെരുങ്ങിയ ആണെങ്കിലും കയറാൻ പറ്റുമെന്നും എന്നൊക്കെ വ്യാഖ്യാനിക്കുന്ന ടീമുകളെ കണ്ടിട്ടുണ്ട്. ഇമ്പോസിബിൾ എന്നാണ്, നടക്കില്ലെന്നാണ്. മനസ്സിലായോ? ഇനി അതിനകത്ത് ഒട്ടകത്തെ ചെറുതാക്കേണ്ട, ഒരു കടുകിന്റെ വലിപ്പമുള്ള, ഹോമിയോ ഗുളികയുടെ വലിപ്പമുള്ള ഒട്ടകമായിരുന്നു. അത് സൂചിക്കുഴയിലൂടെ കയറി എന്നൊന്നും പറഞ്ഞ് ഇതിനെ എളുപ്പമാക്കേണ്ട കാര്യമില്ല. അങ്ങനെയല്ല, ഇമ്പോസിബിൾ, നടക്കില്ല. നിന്റെ ശക്തി കൊണ്ട് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റില്ല. നീ ചെയ്ത ഒരു പ്രവൃത്തിക്കും ദൈവരാജ്യത്തെ സ്വീകരിക്കാൻ നിനക്ക് കൊണ്ടുവന്ന് തരാനുള്ള കഴിവില്ല. ഇമ്പോസിബിൾ. ആ ഇമ്പോസിബിലിറ്റിയാണ് ഒട്ടകവും സൂചിക്കുഴയും. അപ്പോ ധനവാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണ്. അവർ അത്യന്തം വിസ്മയഭരിതരായി ചോദിച്ചു, അങ്ങനെയെങ്കിൽ രക്ഷപ്പെടാൻ ആർക്ക് കഴിയും? യേശു അവരുടെ നേരെ നോക്കി പറഞ്ഞു, മനുഷ്യന് ഇത് അസാധ്യമാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ പ്രവൃത്തിക്ക് ഇത് അസാധ്യമാണ്, ദൈവത്തിന് ഇത് സാധ്യമാണ്. ദൈവം ഫ്രീ ആയിട്ട് തന്നാൽ നീ കയറും. പിടികിട്ടി? ഇത് നീ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്. അതിനാണ് ഈ മുഴുവൻ കാര്യവും പറയുന്നത്. ഇത് നീ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്. തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല. എഫെസോസ് 2. തന്മൂലം